ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് കിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ ഇസ്ലാമിക് കിസിലേക്ക് സ്വാഗതം. ആരാണ്? റജീന. എവിടുന്നാണ്? വേങ്ങര. എന്തൊക്കെയാണ് വിശേഷം? സുഖം തന്നെ. സുഖം തന്നെ. ഓക്കെ. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? പഠിക്കാണോ ജോലി ചെയ്യാണോ? പഠിക്കാണല്ലേ. ഓക്കെ. +1. പിന്നെ ചെറുത് 1ാം ക്ലാസ്സില്. എല്ലാരും 6ല്. അപ്പൊ എല്ലാവർക്കും പരീക്ഷ ഒക്കെ ഉള്ള സമയാണ്. നോമ്പും പരീക്ഷയും ഒക്കെ കൂടെയാണല്ലേ. ഓക്കെ. അപ്പൊ ഇനി പരിപാടി കാണുന്ന ആളാണല്ലോ, അറിയാലോ? അറിയാം. ഓക്കെ. അപ്പൊ എന്നാല് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പോ ആദ്യത്തെ ചോദ്യതാണ്. ആദ്യത്തെ ചോദ്യത്തിന് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. 3 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും കേട്ടോ. ചോദ്യം ഇതാണ്: ഇസ്രായേൽ വംശജർക്കിടയിൽ പ്രബോധനത്തിന് വേണ്ടിയിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ സഹായിക്കാനുണ്ടായിരുന്ന നബി ആരാണ്? മൂസാ നബിനെ സഹായിക്കാനുണ്ടായിരുന്ന നബി ആരാണ്? ഓപ്ഷൻസ് പറഞ്ഞുതരാം. 1 ഈസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം. ഇതിൽ ആരാണ് മൂസാ നബിക്ക് സഹായിയായിട്ട് ഉണ്ടായിരുന്നത്? ഹാറൂൻ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം. ചോദ്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ചോദ്യം ഒന്നുകൂടെ പറയട്ടെ. ഹലോ. ഇസ്രായേലുകാർക്ക് വേണ്ടി പ്രബോധനം നടത്താൻ മൂസാ നബിയെ സഹായിച്ച മറ്റൊരു പ്രവാചകൻ ആരാണ്? ഈസാ നബി, ഹാറൂൻ നബി, സക്കരിയ നബി. സക്കരിയ നബി. ഓക്കെ. അപ്പൊ സക്കരിയ നബി എന്നുള്ള ഉത്തരം ഞാൻ ഉറപ്പിക്കട്ടെ? ഹലോ. ഓക്കെ. ആ ഉത്തരം ഞാൻ ഉറപ്പിക്കട്ടെ, സക്കരിയ നബി. ഓക്കെ. ഇത് ആ ഉത്തരം തെറ്റാണ്. ഹാറൂൻ നബി അലൈഹിസ്സലാം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഹാറൂൻ നബി. അതെ, ഞാൻ അതാണോ ക്ലിയർ ആയിട്ട് പറയോന്ന് ചോദിച്ചത്. എനിക്കിവിടെ വോയിസ് കേൾക്കാൻ പറ്റുന്നില്ല. ആണോ? സംശയായി അല്ലേ? പിന്നെ നിങ്ങൾ ചോദ്യം ഒന്നും കൂടി പറഞ്ഞപ്പോ, ഞാൻ ഇത്ര പറഞ്ഞപ്പോ ചോദ്യം ഒന്നും കൂടി നിങ്ങൾ വായിച്ചപ്പോ ഞാൻ പറഞ്ഞുതരാന്നല്ലാന്ന്. ആണോ? അതാണ്. ചില ആൾക്കാർക്ക് ഉത്തരം ശരിക്കും പറയും, പിന്നെ ഞാൻ രണ്ടാമത് ചോദ്യം പറയുമ്പോ സംശയാവും. അപ്പൊ പിന്നെ അപ്പൊ നമ്മള് പറഞ്ഞ ഉത്തരം ചിലപ്പോ ഞാൻ ഇടയ്ക്ക് ഇതേപോലെ ചിലരോടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുമ്പോ അവർക്ക് സംശയമായിട്ട് ഓരെന്ത് ചെയ്യും, ഉത്തരം ശരിയാണെങ്കിലും പിന്നെ തെറ്റിച്ച് പറയും. അങ്ങനെ പല ആൾക്കാർക്കും സമ്മാനം മിസ്സാവാറുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അതിൽ ഉറപ്പിച്ച് നിൽക്കുക. അതന്നെ ഹാറൂൻ നബി, അതന്നെ, മാറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, സംശയത്തിനൊന്നും ഇട കൊടുക്കണ്ട. ഓക്കെ. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം എന്തായാലും വിളിച്ചിട്ട് 3 ഉത്തരവും ശരിയാക്കിയിട്ട് സമ്മാനം വാങ്ങണം കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അടുത്ത തവണ നമുക്ക് വീണ്ടും സംസാരിക്കാം. അസ്സലാമു അലൈക്കും. ഹലോ, കേരള വിഷൻ ഇസ്ലാമിക് കിസിലേക്ക് സ്വാഗതം. ആരാണ്? സുഫൈർ. എവിടെന്നാണ്? ചേളാരിയിൽ എവിടെയാണ്? ആലുങ്ങൽ. ഓക്കെ. പിന്നെ പരിപാടി കാണുന്ന ആളാണോ?
ആ പരിപാടി കാണാറുണ്ട്. മോന് പഠിക്കുകയാണോ? പഠിക്കുക, യുകെയില് പഠിക്കുക. യുകെയില് പഠിക്കുകയാണ്. ഏതാണ് സബ്ജക്ട്? എന്താണ്? ആസ്ട്രോനോട്ടിക്സ്. അപ്പൊ നല്ല ആസ്ട്രോനോട്ടായിട്ട് ഭാവിയിൽ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ആഗ്രഹമുണ്ട്. ആഗ്രഹം അള്ളാഹു സഫലീകരിക്കട്ടെ. എവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? പ്ലസ് ടു ഒക്കെ എവിടെയാണ്? ചേളാരി സ്കൂളിലായിരുന്നോ? അല്ല, കണ്ണൂരാണ്. കണ്ണൂർ. ഓക്കെ. അപ്പോ എവിടെ യുകെയിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്? ക്രാൻഫീൽഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ. അപ്പൊ മാത്സും ഫിസിക്സ് ഒക്കെ നല്ല ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അല്ല, ആക്ച്വലി ബയോളജിയാണ് എന്റെ ഫേവറേറ്റ്. ബയോളജി, ഹിസ്റ്ററി, മാത്തമാറ്റിക്സ് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ആസ്ട്രോനോട്ട് എന്നുള്ള ഒരു ഫീൽഡിലേക്ക് പോവാൻ കാരണം? അത് ആസ്ട്രോനോട്ട് ആവാനുള്ള ആഗ്രഹം കൊണ്ട്. അങ്ങനെ. അപ്പൊ അവിടെ നമുക്ക് ബയോളജിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് മറ്റൊരു രണ്ടുപേരും ആണ് അല്ലേ? ആണ്. എന്നാലും ആസ്ട്രോബയോളജി ഉണ്ടല്ലോ, അതും കൂടി. അപ്പൊ അതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യാന്നല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നല്ല ഫ്യൂച്ചറിനെ കുറിച്ച് നല്ലൊരു ബോധമുള്ള മോനാണ്. അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിക്കാം. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഈ പ്രോഗ്രാമിൽ ഇതേപോലെ തന്നെ സമ്മാനം നേടാൻ പറ്റട്ടെ. നമുക്ക് പ്രോഗ്രാമിന്റെ ഒരു രീതി ഇങ്ങനെയാണ്. ആദ്യം ഒരു ചോദ്യം, അതിന് 3 ഓപ്ഷൻ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ചോദ്യം, അതിന് ചെറിയൊരു ക്ലൂ മാത്രം ഉണ്ടാവും. മൂന്നാമത്തത് സമ്മാന ചോദ്യമാണ്, അതിന് ഓപ്ഷനും ക്ലൂ ഉണ്ടാവില്ല. അപ്പൊ 3 ശരിയാക്കി കഴിഞ്ഞാൽ സിൻസിയർ ഹോം വേൾഡിന്റെ നല്ലൊരു സമ്മാനം ഉണ്ടായിരിക്കും. ഓക്കെ. എന്നാൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: ഇസ്രായേൽ ജനതയ്ക്ക് ആരാധന നടത്താൻ വേണ്ടി സാമിരി എന്തിന്റെ പ്രതിമയാണ് ഉണ്ടാക്കി കൊടുത്തത്? ഓപ്ഷൻ എ ഒട്ടകത്തിന്റെ, ഓപ്ഷൻ ബി ആടിന്റെ, ഓപ്ഷൻ സി പശുക്കുട്ടിയുടെ. ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പൊ ആ ഒരു ആൻസർ ഞാൻ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ സുഫേർ പറഞ്ഞിട്ടുള്ള പശുക്കുട്ടിയുടെ എന്നുള്ളത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഓക്കെ. അപ്പൊ കഥയൊക്കെ അറിയാലോ. പശുക്കുട്ടിയുടെ സ്വർണത്തിൽ ഒരു രൂപം ഉണ്ടാക്കുകയും അതിനെ ചൊല്ലിയിട്ട് അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയും മൂസാ നബി പരീക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു സിസ്റ്റമാണ്, ആ ഒരു സന്ദർഭമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. ഇനി 2 ചോദ്യം കൂടെയാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ. ക്ലൂ നമുക്ക് പറയാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നോമ്പിന് അറബിയില് സൗം എന്നുള്ളൊരു വാക്കും കൂടെ പറയും. ഈ സൗം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അറബിയിൽ നിന്ന് നമ്മളത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കൃത്യമായിട്ടുള്ള സൗം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സൗം. ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോമ്പിന് ചെയ്യേണ്ട ഒരു കാര്യം എന്നൊരു അർത്ഥം കൂടെ അതിനുണ്ട്. സൗം എന്ന് പറയുമ്പോൾ നോമ്പായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നോമ്പിന് നമ്മൾ അങ്ങനെ ചെയ്യണം എന്നും കൂടെ അർത്ഥമാക്കാൻ വേണമെങ്കിൽ. അപ്പൊ ഞാൻ ആ വേർഡിന്റെ മീനിങ് ആണ് ചോദിച്ചത്. സൗം എന്ന അറബി വേർഡിന്റെ. നോമ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്ക് തന്നെയാണ്. നോമ്പിന് നമ്മൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമല്ലോ, അതേപോലത്തെ ഒരു സംഭവമാണ്. സമയം കുറവാണ്. ഐഡിയ ഉണ്ടോ? repentance, പ്രായശ്ചിത്തം ചെയ്യുക. repentance മലയാളത്തിൽ ഒന്ന് പറയും. പ്രായശ്ചിത്തം ചെയ്യുക. ഉറപ്പാണോ? അറിയില്ല, ഒരു ഗസ് ആണല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും അഥവാ തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് പുതിയൊരു നോളജ് കിട്ടണമെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ. അതെ, അത് എത്ര കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നും. ആക്ച്വലി അത് നല്ലൊരു എന്താ പറയാ കോട്ടാണ് കേട്ടോ. അപ്പൊ എനിവേ ഇതിന്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സൗം എന്നുള്ളതിന്റെ ഒരു വേർഡ് മീനിങ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്
പിടിച്ചു വെക്കുക അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു അർത്ഥത്തിലാണ്. പറയാലോ, നോമ്പിന് നമ്മൾ ഏറ്റവും അധികം നമ്മുടെ ശാരീരികമായിട്ടുള്ള വിശപ്പ്, ദാഹം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ പിടിച്ചു വെക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യുക. അപ്പൊ ആ ഒരു അർത്ഥമാണ് ഇവിടെ ആക്ച്വലി സൗം എന്നുള്ളൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ എനിവേ സുഫേർ വിളിച്ചതിലും സംസാരിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. അപ്പൊ ഭാവിയിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ആസ്ട്രോനോട്ട് ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനിയും എന്തായാലും സമയം കിട്ടുമ്പോഴൊക്കെ ഇത്തരം പരിപാടികളിലേക്കൊക്കെ വിളിക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ്? റസീന കോട്ടക്കൽ. ഓക്കെ, പരിപാടി കാണാറുണ്ടോ? മുന്നേ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയ ആളാണോ? സമ്മാനം കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ ചോദ്യം എങ്ങനെയാന്നൊന്നും. എന്നാലും സിമ്പിൾ ആയിക്കോട്ടെ അല്ലേ? ഓക്കെ, അപ്പൊ എന്നാല് എന്തൊക്കെയാണ് റസീന വീട്ടിലെ വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോണോ? സുഖാണല്ലേ? ഭക്ഷണം ഉണ്ടാക്കുന്ന എന്താ സ്പെഷ്യൽ? എന്താണ്? എന്താണ്? ഇഡ്ഡലിയോ? ഇഡ്ഡലിയും പിന്നെന്താ? ചട്നിയും. ഓക്കെ, പിന്നെ ഫ്രൂട്ട്സും ബാക്കി ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. സമൂസയാണ് സ്പെഷ്യൽ ഇന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും പരിപാടികളൊക്കെ നടക്കണതിന്റെ ഇടയിൽ കൂടെയാണ് സമ്മാനം അടിക്കാനുള്ള പരിപാടി അല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം ഇതാണ്: യൗമുൽ ഫുർഖാൻ അഥവാ സത്യാസത്യ വിവേചനത്തിന്റെ ദിവസം എന്നറിയപ്പെടുന്നത് റമളാനിലെ എത്രാമത്തെ ദിവസത്തിനെയാണ്? റമളാൻ 1, റമളാൻ 27, റമളാൻ 17. ഉറപ്പാണോ? റമളാൻ 17 പറയുമ്പോ ഏത് ദിവസമായിട്ട് വരും? റമളാൻ 17ന്റെ ഒരു പ്രത്യേകത എന്താണ്? ബദരീങ്ങൾ അഥവാ ബദർ യുദ്ധത്തില് നടന്ന ദിനം. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഈ യൗമുൽ ഫുർഖാൻ റമളാൻ 17 എന്നുള്ളത് ഫിക്സ് ചെയ്യാണ്. ഈ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. ഇനിയുള്ളത് ശരിയാവട്ടെ. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ഈ ചോദ്യത്തിന് അറിയാലോ നമുക്ക് എന്തുണ്ടാവില്ല? ഓപ്ഷൻ ഉണ്ടാവില്ല, ക്ലൂ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ഏത് യുദ്ധത്തിനിടയിലാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദായത്? ഷഹീദായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദായ യുദ്ധം ഏതാണ്? ക്ലൂ നമ്മളിപ്പോ യമാമ, തബൂക്ക് എന്നൊക്കെ പറയണ പോലെ ഉള്ള ഒരു യുദ്ധം തന്നെയാണ്. ആ യുദ്ധത്തിന് നമുക്ക് സ്ത്രീകളായിട്ടുള്ള ഒരുപാട് പോരാളികളൊക്കെ ആ യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇളച്ചിയാണ് അപ്പൊ അവിടുത്തെ നോളജ് ബുക്ക് അല്ലേ? പെട്ടെന്നായിക്കോട്ടെ, സമയം കുറവാണ് നമുക്ക്. ഉഹുദ് ഉറപ്പാണോ? ഇളച്ചി പ്രാവശ്യം പറ്റിക്കൂലെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ ജ്യൂസ് ഒന്നും കൊടുക്കണ്ട. ഓക്കെ, അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം ഉഹുദ് യുദ്ധം. അതെ, ഇളച്ചി പറ്റിച്ചിട്ടില്ല. ശരിയാണ്, ഉത്തരം ശരിയാണ്. ഒരു ഗ്ലാസ് ഏറെ. അതെ, അപ്പൊ ഒരു ഗ്ലാസ് ഏറെ. അപ്പൊ 2 എണ്ണം ശരിയാക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തതും കൂടെ ശരിയാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യവും സമ്മാനം അങ്ങോട്ട് എത്തും കോട്ടക്കലേക്ക് അല്ലെ? അപ്പോ മൂന്നാമത്തെ ചോദ്യം. ചോദ്യതാണ്:
പെട്ടെന്ന് ചോദിക്കണോ? ഓക്കെ ടഫുള്ള ചോദ്യം ഒന്നുമല്ല, ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ ഏറ്റവും ആദരണീയമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് കഅബ. കഅബ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കഅബ എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താണ്? അറബി വാക്കിന്റെ അർത്ഥം പറഞ്ഞുതരാം. പെട്ടെന്ന് വേണം, നമുക്ക് സമയം കുറവാണേ. കിട്ടിയോ? ക്യൂബ്. ഉറപ്പിക്ക്, ക്യൂബാണോ ചതുരാണോ? പെട്ടെന്ന് വേണം കേട്ടോ, സമയം ഏകദേശം കഴിയാനായി. ഞാൻ ഉത്തരം പറയട്ടെ? ഒരു സെക്കൻഡ് വേഗം. ക്യൂബ്. ഉറപ്പാണോ? ഓക്കെ, അപ്പോ ക്യൂബ് എന്ന് പറഞ്ഞിരിക്കുന്ന ഉത്തരം ഞാൻ ഫിക്സ് ചെയ്യാണ്. ഉത്തരം പക്ഷെ തെറ്റാണ്. സമചതുരാണ് ശരിക്ക്. ക്യൂബ് പറയുമ്പോ എങ്ങനെയാ വരിക? ക്യൂബ് ഒന്ന് വരച്ചു നോക്കുക, അതിനകത്ത് വേറെ ഒരു ക്യൂബും കൂടെ ആ ഒരു ഫോമിലാണ് വരിക. ചതുരാണ് പറഞ്ഞത്. ചതുരം വേറെ, സമചതുരം വേറെ. സമചതുരത്തിന്റെ പ്രത്യേകത എന്താ? അതിന്റെ എല്ലാ ഭാഗവും ഒരേ. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റത്തെ ഇൻഷാല്ലാ അപ്പൊ ഒരു പ്രാവശ്യം അടിച്ചല്ലോ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അല്ലെ, സമാധാനപ്പെടാം. നമുക്ക് അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാ, വീണ്ടും ശക്തിയോടെ തിരിച്ചു വരിക ഇൻഷാല്ലാ. അപ്പൊ എന്തായാലും സംസാരിച്ചതിൽ സന്തോഷം. അടുത്ത പ്രാവശ്യം വീണ്ടും സംസാരിക്കാം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ ഇസ്ലാമിക് ഇസ്ലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? മുഹ്സിന. എവിടുന്നാണ്? കരേക്കാട്. കൊറേ നേരമായോ ട്രൈ ചെയ്യണ്? ആഹാ, അപ്പൊ കിട്ടിയതിന്റെ ഒരു സന്തോഷം ഉണ്ട്, അതാ ഞാൻ ചോദിച്ചത്. ആദ്യമായിട്ട് വിളിക്കാണല്ലേ? പിന്നെ എവിടെ, പിന്നെ പഠിക്കാണോ? ഏത് ക്ലാസ്സിലാണ്? ഡയാലിസിസ് ടെക്നോളജി. ആഹാ, ഞാൻ വിചാരിച്ച ചെറിയ കുട്ടിയാണ്, ഒരു 10-ലോ 8-ലൊക്കെയാന്നാ വിചാരിച്ചത്. നല്ല ചെറിയ വോയിസ് ആണ്, ക്യൂട്ട് വോയിസ് ആണ്. പിന്നെ എവിടെയാണ് പഠിക്കുന്നത്? എവിടെയാ ഇൻസ്റ്റിറ്റ്യൂഷൻ? ഓക്കെ. അപ്പോ എന്തായാലും പഠിത്തൊക്കെ ഒരു വഴിക്ക് പോണു അല്ലേ? ഫൈനൽ ഇയർ ആയോ? ഇനിയിപ്പോ പ്രാക്ടിക്കലും കാര്യങ്ങള്, പ്രാക്ടീസ് ഒക്കെ നോക്കിയാ മതിയല്ലോ അല്ലെ? ഒക്കെ അതുപോലെ ആഗ്രഹം പോലെയൊക്കെ നടക്കട്ടെ. അപ്പോ പരിപാടി കാണുന്ന ആളാണല്ലോ, അപ്പൊ അറിയായിരിക്കല്ലോ നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു രീതിയൊക്കെ. അപ്പൊ ആദ്യത്തെ ചോദ്യം നമ്മുടെ ഓപ്ഷൻസ് ഉള്ള ചോദ്യമാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാതെ ഉമ്മി അബ്ദുല്ല എന്നറിയപ്പെട്ടിരുന്ന പ്രവാചക പത്നി ആരാണ്? അബ്ദുള്ളയുടെ ഉമ്മ എന്നറിയപ്പെട്ടിരുന്ന, കുഞ്ഞിന് ജന്മം നൽകാതെ തന്നെ അങ്ങനെ ആ പേരിൽ അറിയപ്പെട്ടിരുന്ന നബിമാരുടെ, ഞാൻ പറയുന്നതിൽ ആരാണ്, ഏത് ഭാര്യയാണ് അങ്ങനെ അറിയപ്പെട്ടിരുന്നത്? ഹഫ്സ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹ. ഓപ്ഷൻസ് ഒന്നും കൂടി പറയോ? ഹഫ്സ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹ. ഇവരിൽ ആരാണ് ഉമ്മി അബ്ദുല്ല എന്നറിയപ്പെട്ടിരുന്ന പ്രവാചക പത്നി? ഹഫ്സ, ആയിഷ, സൈനബ്. ഇവരിൽ ആരാണ്? ഹഫ്സ റളിയല്ലാഹു അൻഹ. ഉറപ്പിക്കട്ടെ?
ഓക്കെ, അപ്പോ ഹഫ്സ റളിയല്ലാഹു അൻഹ എന്നുള്ള ഉത്തരം തെറ്റാണ്. ശരിയായിട്ടുള്ള ഉത്തരം ആയിഷ റളിയല്ലാഹു അൻഹ ആണ്. നബിയുടെ പത്നിമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളും കൂടി ആയിരുന്നു ആര്? ആയിഷ ബീവി. അപ്പോ കുഴപ്പമില്ല, ഇനിയും വിളിക്കണം നമ്മളെ. ഇനിയും വിളിക്കണം ഇൻഷാ അല്ലാഹ്. സമ്മാനം അന്ന് എന്തായാലും വാങ്ങിയെടുക്കണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് വിളിച്ചതിന്റെ ടെൻഷനും ഒക്കെ കൂടി ആയിട്ടാണ് നമുക്ക് ഉത്തരൊക്കെ തെറ്റിപ്പോണത്. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും സംസാരിക്കണം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ്? സൻഹ ഫാത്തിമ. എവിടുന്നാണ്? മാറഞ്ചേരി. പഠിക്കാണോ? ഏത് ക്ലാസ്സിലാണ്? 3. ഞങ്ങക്ക് കുറച്ചു ദിവസം മുന്നേ ഒരു 3ാം ക്ലാസ്സിലെ ഒരു മോള് വിളിച്ച് സമ്മാനൊക്കെ വാങ്ങിപ്പോയതാണ്. ഇന്ന് വാങ്ങുവോ? വാങ്ങും. ഏത് സ്കൂളിലാണ് മോള് പഠിക്കണത്? മാറഞ്ചേരി സ്കൂളില്. ഏത് ടീച്ചറാണ് ഏറ്റവും ഇഷ്ടം? ശ്രീജ ടീച്ചർ ഏതാണ് വിഷയം പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷും മലയാളവും. ഓക്കെ, അപ്പൊ എന്തായാലും ശ്രീജ ടീച്ചറോട് പറയണം നമ്മളിങ്ങനെ കേരള വിഷനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്ന കഥയൊക്കെ കേട്ടോ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ആരെങ്കിലും ഉണ്ടോ എടുത്ത് ഹെൽപ്പ് ചെയ്യാന്? ഉമ്മ ഉണ്ട് അല്ലേ? അപ്പോ ഉമ്മേനോട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സംശയം ഉണ്ടെങ്കിൽ ഹെൽപ്പൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഖൽബുൽ ഖുർആൻ എന്നറിയപ്പെടുന്നത് ഏതാണ് സൂറത്ത്? ഖൽബുൽ ഖുർആൻ. ഓപ്ഷൻസ് പറഞ്ഞരാ: ഫാത്തിഹ, യാസീന്, കഹ്ഫ്. യാസീന്. ഇതിൽ ഉമ്മാന്റെ ഹെൽപ്പ് ഒന്നും എനിക്ക് വേണ്ട അല്ലേ? ഓക്കെ, ഇത് ഉത്തരം ശരിയായിരിക്കുമല്ലോ? ഓക്കെ, എന്നാ ഞാൻ ഉത്തരം പറയട്ടെ. ശരിയാണോ തെറ്റാണോ പറയട്ടെ? ഓക്കെ, ഉത്തരം ശരിയാണ്. സന്തോഷമൊന്നുമില്ലേ ഉത്തരം ശരിയാണ് പറഞ്ഞിട്ട്? സന്തോഷം ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇനി 2 ചോദ്യം കൂടെ ഉണ്ട്. അതിനും കൂടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാല് സമ്മാനം ഉണ്ടായിരിക്കും. ഓക്കെ, ചോദിക്കട്ടെ? ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ് അബ്ദുൽ കഅബ എന്ന് പേരുണ്ടായിരുന്ന സ്വഹാബി ആരാണ്? അതായത് കഅബയുടെ അടിമ. അദ്ദേഹം ഏത് സമയത്തും കഅബയുടെ പരിസരത്തും ആ സംരക്ഷണത്തിനൊക്കെ ആയിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ കഅബയുടെ അടിമ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആ സ്വഹാബി ആരാണെന്നാണ് ചോദ്യം. ഞാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. നബിയുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു സ്വഹാബിയാണ്. ഇദ്ദേഹം ഒരു ഖലീഫയും കൂടെ ആയിരുന്നു. ഒരു രാജാവായി ഖലീഫ ആക്കിയിട്ടുണ്ട്. മനോട് വേണമെങ്കിൽ ഹെൽപ്പ് ചോദിച്ചോളൂ. ഓ, ഇദ്ദേഹം 1ാമത്തെ ഖലീഫയായിരുന്നു. ഇനി ക്ലൂ ഇല്ല. 1ാമത്തെ ഖലീഫയാണ്. നബീനായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വളരെ അടുത്തൊരു സ്വഹാബിയാണ്. ഇസ്ലാം സ്വീകരിച്ചതിന്റെ ശേഷം വളരെയധികം പ്രവർത്തനങ്ങൾ. 1ാമത്തെ ഖലീഫ എന്ന് ഞാൻ പറഞ്ഞു കേട്ടാ. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ആ, ചോദിച്ചോ. എന്താ ഡൗട്ട്?
അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉറപ്പാണോ? ഞാൻ ഫിക്സ് ചെയ്യട്ടെ? ഡൗട്ട് മാറിയോ? ഡൗട്ട് മാറി. അപ്പോ സൻഹ മോൾ പറഞ്ഞിരിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഉത്തരം ശരിയാണ്. ഓക്കെ, ഉത്തരം ശരിയാണ് പറയുമ്പോ ഞാൻ എന്താ പ്രതീക്ഷിക്ക? ഹായ്, സമാധാനം, സന്തോഷം. ഇതൊന്നും മിണ്ടാത്തത്? സന്തോഷമുണ്ട്, പക്ഷെ സമ്മാനം കിട്ടിയാലേ നല്ല സന്തോഷാവുള്ളൂ അല്ലേ? ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്. അപ്പോ ഇത് രണ്ടും എളുപ്പമുള്ളതല്ലേ ഞാൻ ചോദിച്ചത്? അപ്പൊ ഇനി മൂന്നാമത്തെ ചോദ്യം ഞാൻ കുറച്ച് എളുപ്പമുള്ളതാക്കാം. ചോദ്യം ഇതാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം കേട്ടോ. മോള് ചെറിയ മോളായതുകൊണ്ട് ഒരു ചെറിയ ചോദ്യമാണ് ചോദിക്കണത്. അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ്? ഖലീലുള്ള അഥവാ അള്ളാഹുവിന്റെ ഇതിന് ഓപ്ഷൻസും പിന്നെ ക്ലൂ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ്? മുഹമ്മദ് നബി. ഉറപ്പാണോ? ഉറപ്പിക്കട്ടെ? ലാസ്റ്റ് ചോദ്യാണ് കേട്ടോ, വേണേ ഒന്നുകൂടെ ആലോചിക്കാം. ഉറപ്പാണോ? ഉറപ്പുണ്ടോ? ആദ്യം മുഹമ്മദ് നബി, ആദം നബിയാ? ഉറപ്പുണ്ടോ? ഇനി മാറുവോ? ആദം നബി ആണോ അള്ളാഹുവിന്റെ കൂട്ടുകാരൻ? തെറ്റിപ്പോവോ? ഇനി ആലോചിക്കണോ? ഉറപ്പാണോ? ആദം നബി ഉറപ്പാണോ? ഡൗട്ടാണ്, നേരത്തെ മാതിരി തന്നെ പിന്നെയും ഡൗട്ട്. വേഗം ഡൗട്ട് തീർക്ക്. ആദം നബി ഞാൻ ഉറപ്പിക്കട്ടെ? ആദം നബി ആണോ മുഹമ്മദ് നബി ആണോ? പോയോ? മൂസാ നബി. ഇവർ രണ്ടാളല്ല, മൂസാ നബി. അപ്പൊ മൂന്നാളെ പേര് പറഞ്ഞിട്ടാ ഞാൻ മൂന്നാമത്തെ ആളെ ഫിക്സ് ചെയ്യാണ്. പക്ഷെ മോളൂസ് ഉത്തരം തെറ്റിപ്പോയി. ശരിക്കുള്ള ഉത്തരം ഇബ്രാഹിം നബിയാണ്. തീയിലേക്കൊക്കെ എറിഞ്ഞിട്ട് ആ കഥയൊക്കെ അറിയില്ലേ? തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ കഥയൊക്കെ അമ്മനോട് ചോദിക്ക. അപ്പൊ കുഴപ്പമില്ല, മുഹമ്മദ് നബി, ആദം നബി, മൂസാ നബി ഈ മൂന്ന് ആൾക്കാരും അല്ല, ഇബ്രാഹിം നബി ആണെന്ന് പുതിയൊരു അറിവ് കിട്ടിയില്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനിയും വിളിക്കണം. അടുത്ത പ്രാവശ്യം എന്തായാലും സമ്മാനം വാങ്ങണം കേട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നന്നായിട്ട് പഠിക്കട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾക്ക് വിജയികൾ ആരും തന്നെ ഇല്ല. പക്ഷെ വിളിച്ച ആളുകളെല്ലാം തന്നെ അവസാന നിമിഷത്തിലാണ് സമ്മാനം നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആരും വിഷമിക്കേണ്ട. തുടർന്നുള്ള എപ്പിസോഡുകളിലും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിജയികളുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും.